declare that Shri C.P. Radhakrishnan, Jal Bhushan Raj Bhavan, Balkeshwar Road, Malabar Hill, Mumbai, has been duly elected to the office of Vice President of India. The result is being sent to the Election Commission of India and the Ministry of Law and Justice as per the extant provisions under Section 12 of the Presidential and Vice Presidential Election Act 1952 and Rule 35 of the Presidential and Vice Presidential Election Rules 1974. Overall, the 17th Vice Presidential election was conducted in a free, fair and orderly manner. I would like to take this opportunity to thank the candidates and their authorized representatives for their cooperation, which facilitated early completion of the proceedings. Thank you. आप चाहते हैं पूरा पढ़ूं या सिर्फ श्री बुच्ची रेड्डी सुदर्शन रेड्डी को कोटा 300 एक सेकंड राधाकृष्णन जी को 452 श्री बुच्ची रेड्डी सुदर्शन रेड्डी को 300 प्रथम वरीयता के मत प्राप्त हुए और श्री सीपी राधाकृष्णन को 452 प्रथम वरीयता के मत प्राप्त हुए। चूंकि श्री सीपी राधाकृष्णन को अपेक्षित कोटे से अधिक वरीयता के मत प्राप्त हुए, इसलिए राष्ट्रपतीय और उपराष्ट्रपतीय निर्वाचन नियम 1974 के नियम 35 के साथ पठित राष्ट्रपतीय और उपराष्ट्रपतीय निर्वाचन अधिनियम 1952 की धारा 11 के अंतर्विष्ट उपबंधों के अनुसरण में मैं पीसी मोदी उपराष्ट्रपतीय निर्वाचन 2025 के निर्वाचन अधिकारी एतद द्वारा घोषित करता हूं कि श्री सीपी राधाकृष्णन भारत के उपराष्ट्रपति के पद पर विधिवत निर्वाचित हुए हैं। धन्यवाद। രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഉപരാഷ്ട്രപതിയെ പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ് നടന്നത്. CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. രാജ്യത്തിന്റെ 15ാമത് രാഷ്ട്രപതിയാണ്, ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ. അഖില CP വിവരങ്ങളുമായി ചേരുന്നു. അഖില, എങ്ങനെയായിരുന്നു രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് നടപടികൾ പുരോഗമിച്ചത്? ഇപ്പോൾ അദ്ദേഹത്തെ ഏത് രീതിയിലാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? സ്വാതി, 767 വോട്ടിൽ 452 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ CP രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കുന്നു. ഈ വെങ്കിട്ടരാമന് ശേഷവും രാധാകൃഷ്ണന് ശേഷവും ഉണ്ടാകുന്ന മൂന്നാമത്തെ ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു പ്രധാന RSS നേതാവാണ്. തമിഴ്നാട്ടിൽ ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം കൂടെ ഭാഗമായാണ് ഈ തമിഴ്നാട്ടിൽ നിന്നൊരു രാഷ്ട്രപതി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പ്രതിപക്ഷ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി ബി സുദർശൻ റെഡ്ഡിയെ പരാജയപ്പെടുത്തിയാണ് CP രാധാകൃഷ്ണൻ 452 വോട്ടുകൾക്ക് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിരിക്കുന്നത്, രാജ്യസഭ അധ്യക്ഷനായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 13 അംഗങ്ങൾ 13 MP-മാർ ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. അപ്പോൾ ഈ BRS, ബിജു ജനതാദൾ, അകാലിദൾ ഉൾപ്പെടെയുള്ള പാർട്ടികളാണ് വിട്ടുനിന്നത്. എന്തായാലും 452 വോട്ടുകൾക്കാണ് ഇപ്പോൾ CP രാധാകൃഷ്ണന്റെ വിജയം. സ്വാതി, രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി NDAയുടെ സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ അഖില CP നൽകിയത്. അഖില, എന്തായാലും ഇപ്പോൾ നമുക്കറിയാമായിരുന്നു CP രാധാകൃഷ്ണൻ തന്നെ തിരഞ്ഞെടുക്കും ഉപരാഷ്ട്രപതിയായി എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഉപരാഷ്ട്രപതി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇത്രയും നാളത്തെ നാൾ വഴികൾ കൂടി ഒരു സമയത്ത് നമുക്ക് പറയാം. സ്വാതി, തമിഴ്നാട്ടിലെ പ്രബല
നേതാവാണ് CP രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. ഈ കൗമാരപ്രായത്തിൽ മുതൽ തന്നെ ജനസംഘവുമായും RSS സംഘടനയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട്. 1974 ജനസംഘത്തിന്റെ സംസ്ഥാന ജനറൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അംഗമാകുന്നുണ്ട്. 90കളോട് അടുത്താണ് അദ്ദേഹം ഈ തമിഴ്നാട്ടിലെ BJP ജനറൽ സെക്രട്ടറി ആകുന്നത്. 98 കോയമ്പത്തൂരിൽ നിന്ന് MP ആകുന്നുണ്ട്. വളരെ അപൂർവമായാണ് BJP തമിഴ്നാട്ടിൽ അന്ന് വിജയിക്കുന്നത്. ആ സമയത്ത് തന്നെ 1998 തന്നെ കോയമ്പത്തൂരിൽ നിന്നുള്ള MP ആയി അദ്ദേഹം തിരഞ്ഞെടുക്കുന്നുണ്ട്. 98ലും 99ലും അദ്ദേഹം തുടർച്ചയായി വിജയിക്കുന്നുണ്ട്. അപ്പോൾ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു നേതാവാണ്. തമിഴ്നാട്ടിൽ BJPയെ വളർത്തുന്നതിൽ RSSനെ വളർത്തുന്നതിൽ വളരെ മുഖ്യ പങ്ക് വഹിച്ച ഒരു RSS നേതാവ് കൂടിയാണ് അദ്ദേഹമാണ് ഇപ്പോൾ 16ാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. സ്വാതി.